വെൽക്കം ടു ജാൻസി സ്പെഷ്യൽ. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെജിറ്റബിൾ കറിയാണ്. ഉള്ളിക്കറിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ചില സ്ഥലങ്ങളിൽ ഇതിന് ഉള്ളിത്തീയൽ, ഉള്ളി വറുത്തരച്ച് വെച്ചത് എന്നൊക്കെ പറയും. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കുന്നത് നോക്കാം. ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 1/4 കിലോ ഉള്ളിയാണ് കേട്ടോ. 1/4 കിലോ ഉള്ളി ഇത് പൊളിക്കുന്നതിന് മുമ്പാണ് കേട്ടോ 1/4 കിലോ. അത് നീറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉള്ളിയെല്ലാം ഞാനൊന്ന് 2-3 ആക്കിയൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. വലിയ ഉള്ളിയൊക്കെ ആണെങ്കിൽ ഒരു 3 ആക്കി കട്ട് ചെയ്തിട്ടുണ്ട്. ചെറിയ ഉള്ളിയൊക്കെ 2 ആക്കി കട്ട് ചെയ്തിട്ടുണ്ട്. ചിലവർ കട്ട് ചെയ്യാതെ വിടും. ഞാൻ പക്ഷേ കട്ട് ചെയ്ത് ചെറുതാക്കി കട്ട് ചെയ്യാനാണ് എനിക്കിഷ്ടം. അത് കാരണം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ മുറി തേങ്ങയുടെ പീര എടുത്തിട്ടുണ്ട്. ഇത് ഉണക്ക തേങ്ങയുടെ പീരയാണ് എടുത്തേക്കണത്. അപ്പോൾ ആ പീര ഒന്ന് ഞാൻ മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തിട്ട് പീര ഒരുപോലെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരു മുറി തേങ്ങയുടെ പീര എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു നെല്ലിക്ക വലിപ്പത്തിൽ വാളംപുളി എടുത്തിട്ടുണ്ട്. പൊടികളായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇത്തരം പൊടികളാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് 2-3 പച്ചമുളക് വേണം, ഉണക്കമുളക് വേണം, കറിവേപ്പില, വെളിച്ചെണ്ണ, ഉപ്പ്. ഇത്തരം സാധനങ്ങൾ ഇത് കറി റെഡിയാക്കുമ്പോൾ നമ്മൾ എടുക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് കറി റെഡിയാക്കാം. ഓക്കെ, ആദ്യം ഒന്ന് പീര വറുത്ത് മാറ്റാം. പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായിട്ടുണ്ട്. നമുക്ക് പീര ഇട്ട് കൊടുക്കാം. തേങ്ങ എപ്പോഴും നല്ല വിളഞ്ഞ തേങ്ങ എടുക്കണം കേട്ടോ. എന്നാലേ ആ പീരയിൽ നിന്നുള്ള ആ എണ്ണയൊക്കെ ഇറങ്ങി വന്ന് കറിക്കൊരു രുചി ഉണ്ടാവണമെങ്കിൽ നല്ല വിളഞ്ഞ മൂത്ത തേങ്ങയായിരിക്കണം. ഇതിപ്പോൾ നല്ല മൂത്ത വിളഞ്ഞ തേങ്ങയാണ്. അല്പം പോലും വെള്ളം തൊടാതെ വേണം ഈ പീര അരച്ചെടുക്കാൻ. അപ്പോൾ നമുക്ക് പീരേനെ ഒന്ന് വറുത്തെടുക്കാം. പീര ഒരുവിധമായിട്ടുണ്ട്, ഒരുവിധം നിറം മാറിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് അല്പം എണ്ണ ഒഴിച്ച് കൊടുക്കാം. നമ്മുടെ പീര മൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒന്നുകൂടി ഉണ്ട്, മൊരിഞ്ഞിട്ടില്ല. ഇപ്പോഴും നമ്മൾ അല്പം ഒരു നുള്ള് ഉലുവ ഇട്ട് കൊടുക്കുകയാണ്. ഒപ്പം ഒരു തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഒന്നും കൂടി മൊരിഞ്ഞ് കഴിഞ്ഞ് നമുക്ക് പൊടികളിടാം. നമ്മുടെ പീര മൊരിഞ്ഞിട്ടുണ്ട്. ചെറുതീയിൽ കിടന്നാണ് ഞാനിത് മൊരിച്ചെടുത്തത്. അപ്പോൾ ചെറുതീയിൽ വേണം, അല്ലെങ്കിൽ പീര കരിഞ്ഞു പോകും. അപ്പോൾ നമ്മുടെ പീര ഏതാണ്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം. ഒപ്പം ഇതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന പൊടികളിട്ട് കൊടുക്കാം. ഈ ചൂടിൽ കിടന്ന് തന്നെ പൊടികൾ മൊരിഞ്ഞോളും. എന്നിട്ട് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് മിക്സിയുടെ ജാറിൽ അല്പം പോലും വെള്ളം തൊടാതെ അരച്ച് വെണ്ണ പോലെ അരച്ചെടുക്കണം. ഒട്ടും വെള്ളം ചേർക്കാതെ വേണം ഇത് അരച്ചെടുക്കാൻ. അപ്പോൾ നമ്മൾ കറി റെഡിയാക്കുന്നത് ഈ ചട്ടിയിലാണ്. ചട്ടി വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്ക് അല്പം എണ്ണ ഒഴിച്ച് കൊടുക്കാം. 1 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി ഒന്ന് ജസ്റ്റ് ഒന്ന് വാടട്ടെ. ഉള്ളി വാടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ 3 പച്ചമുളക് കൊന്തിയതാണ് ഇട്ട് കൊടുക്കാം. അല്പം ഉപ്പ് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. നമ്മുടെ ഉള്ളി ഇത്ര വാടിയാൽ മതി. അങ്ങോട്ട് കളർ മാറ്റി കളയണ്ട. ഒരുവിധം വാടിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് അല്പം ചൂടുവെള്ളമാണ്, ചൂടുവെള്ളം വേണം ഒഴിച്ചു കൊടുക്കാൻ. അല്പം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് തിളച്ച് ഇതിൽ കിടന്നൊന്ന് വേകട്ടെ. എന്നിട്ട് ഇതൊന്ന് മൂടി വെക്കാം. നമ്മുടെ കറി നമുക്ക് നോക്കാം. ഇപ്പോൾ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഈ സമയത്ത് തന്നെ നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന പുളി ഇട്ട് കൊടുക്കാം. പുളി ചൂടുവെള്ളത്തിൽ കൂത്തതാണ്, ഇട്ട് കൊടുക്കാം. ഒപ്പം നമ്മൾ അരച്ച അരപ്പിതാണ്. അല്പം പോലും വെള്ളം ഒഴിച്ചിട്ടില്ല. നല്ല വെണ്ണ പോലെ അരഞ്ഞിട്ടുണ്ട്. കണ്ടോ? അരപ്പിട്ട് കൊടുക്കാം. ഈ ജാറൊക്കെ ഒന്ന് കഴുകി ആ വെള്ളം കൂടി ഒഴിച്ച് ഇനി ഒരു 10 മിനിറ്റും കൂടി പുളിയും അരപ്പും എല്ലാം കൂടി ഈ കറിയിൽ പിടിക്കണം.
നമുക്ക് അതും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ അരപ്പ് ഒഴിച്ചു. പിന്നെ ആ ജാറ് കഴുകിയ വെള്ളമൊക്കെ ചൂടുവെള്ളത്തിലാണ് അല്പം ജാറ് കഴുകിയ വെള്ളമൊക്കെ ഒഴിച്ച് ഇത്രയും ചാറാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമുക്കിനി തിളച്ച് ഈ ഉള്ളിയൊക്കെ വെന്ത് ഈ അരപ്പും പുളിയും ഒക്കെ അങ്ങോട്ട് ഒപ്പം റെഡിയായി വരണം. ഒരു 10 മിനിറ്റ് നമുക്ക് ചെറിയ തീയിൽ ഇത് തിളച്ചതിന് ശേഷം ചെറു തീയിൽ ഒരു 10 മിനിറ്റ് ഇടാം. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ കറിയുടെ എണ്ണയൊക്കെ തിരിഞ്ഞിട്ടുണ്ട്. വേണ്ട, എണ്ണയൊക്കെ തിരിഞ്ഞതാണിത്. കറി ഓരോണ്ട് ഓക്കെ ആയി. ഞാൻ ഇടയ്ക്ക് ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ അല്പം ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് ഉപ്പ് പോരായിരുന്നു. അപ്പോൾ കറി ഇനി ഇതൊക്കെ തണുത്ത് കഴിയുമ്പോൾ ഒന്നും കൂടി ഇത് കുറുകും. ഈ പാകത്തിന് നമുക്ക് കറി ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്ക് കടുക് വറുത്തിടാം. ഓക്കെ, നമ്മൾ കടുക് വറുത്തിടാകുമ്പോഴാണ് ചട്ടി വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായിട്ടുണ്ട്. അല്പം എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ കാഞ്ഞിട്ടുണ്ട്. നമുക്ക് അല്പം കടുകിട്ട് കൊടുക്കാം. കടുക് പൊട്ടിയിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. ഒപ്പം അച്ചൽമുളകും ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ഉള്ളിക്കറി ഇതിലേക്ക് നമുക്ക് ഈ കടുക് വറവ ഇട്ട് കൊടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ഉള്ളിക്കറി റെഡി ആയിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ഇതായിരുന്നു കേട്ടോ, ഉള്ളിക്കറി അഥവാ ഉള്ളിത്തീയൽ. സിമ്പിളാണ്, ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ റെസിപ്പിയൊക്കെ ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. നിങ്ങൾ ഒന്ന് സമയം കിട്ടുമ്പോഴൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. സൂപ്പർ കറിയാണ് കേട്ടോ, ഒരു തൊടുകറി എന്ന് വേണേൽ പറയാം. അപ്പോൾ എന്നോട് സഹകരിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറയുകയാണ്. ഇനി നിങ്ങളുടെ സഹകരണം ഞാൻ പ്രതീക്ഷിക്കുന്നു. ലൈക്കും കമൻസും സബ്സ്ക്രൈബൊക്കെ ചെയ്ത് എല്ലാവരും എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും ഒത്തിരി നന്ദി. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്നേഹത്തോടെ ബായ്.